ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞു. വഴറ്റിയിട്ട് റെഡ് കളർ ആവണ വരെ നിൽക്കുക. അപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ തീ കുറച്ച് വെച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. പിന്നെ മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ, പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, മുളക്, മഞ്ഞൾ, ഗരം മസാല എല്ലാം ഇട്ടിട്ട് നമ്മൾ കുരുമുളക് പൊടി, എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഇടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി നന്നായി ചേർക്കും, ആ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് നമ്മൾ വേപ്പില ഇട്ടു. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ട്. തക്കാളി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. എല്ലാം നല്ല വഴന്നിട്ട് വരണം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ മസാലകൾ ഒന്നും കൂടി ചേർക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം കേട്ടോ. പൊടികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെ ആദ്യം ഇടണം. പിന്നെ മല്ലിപ്പൊടി കുറേ നമ്മളിടും. അപ്പം നമ്മുടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മൾ ചേർക്കാൻ പോവുകയാണ്. ഇത് ഒരുവിധം സബോളയൊക്കെ ഒരുവിധം വഴന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്, സബോള വഴറ്റിയിലേക്ക്. അപ്പം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ആ സ്മെല്ല് ഇത്തിരി പോണ വരെ ഒന്ന് വഴറ്റി, അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യണു, ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടോ എനിക്ക്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കുക. മസാലക്കൂട്ടൊക്കെ മിക്സായി. ഇനി നമ്മളതിലേക്ക് ചിക്കൻ ഗ്രേവി നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇടാൻ പോവുകയാണ്. ചിക്കൻ നമ്മൾ അതിലിട്ടു. ഇനി നമ്മളത് ഇതെല്ലാം കൂടി മിക്സ് ആക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുക്കറിലാണ്, അപ്പോൾ ഒരടി അടിച്ചാവുമല്ലോ. കുട്ടികൾക്കൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് വേഗം ആക്കണം. അത് നമ്മൾ നന്നായി മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്തു ചിക്കൻ ദാ ഈ പരുവായിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. കുറച്ച് ചിക്കൻ ഇറങ്ങുമ്പോൾ കുറച്ച് വേകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആവും. അപ്പോൾ നമ്മളത് വല്ലാതെ നോക്കുന്നൊന്നുമില്ല. കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമ്മുടെ കൈലാസിൻ്റെ KFC ആണ്. അത് പിന്നെ ഇതാ KFC നല്ല ടേസ്റ്റാണെന്നാണ് അവൻ്റെ ചേച്ചി കഴിച്ചിട്ട് പറഞ്ഞത്. ഈ പരിവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ വെന്തുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട്. ഒന്നും കൂടി വേണമെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആക്കാം. അപ്പോൾ ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ചേച്ചിക്ക് അനിയന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും KFC ഈ വിധത്തിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആദ്യം കൈലാസം എങ്ങനെയാണ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ. പിന്നെ ഗരം മസാല പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, എന്നിട്ട് നന്നെ കുറച്ച് മസാല ഇടാം. എന്നിട്ട് നമ്മൾ മുട്ട ഇതുപോലെ ആക്കാം. മുട്ട പൊട്ടിച്ചിട്ട് ഇടാം. മുട്ട കലക്കിയിട്ട് മൈദയും കോൺഫ്ലോറും കൂടി കലക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ പാൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈയിങ് പാൻ അതിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ യെസ്, അപ്പം നമ്മൾക്ക് KFC കിട്ടുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഇങ്ങനെയാണ് നമ്മളുടെ KFCയുടെ ലുക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഈ മിഡിലത്തെ നല്ല മുരിഞ്ഞ സംഭവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ടേസ്റ്റ്. ചിക്കൻ കറി കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് വഴറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സിമ്പിൾ മെത്തേഡാണ്.